ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ബയാസിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫിഗറേഷനെ കുറിച്ചും ലോഡ് ലൈൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത് വെച്ചിട്ട് നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റെപ്പിലോട്ട് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ് ബയസിങ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് നമ്മളൊരു പൊട്ടൻഷ്യലും കറണ്ടും ട്രാൻസിസ്റ്ററിലേക്ക് എന്താണ് അതിന്റെ ക്യൂ പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൊട്ടൻഷ്യലും അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ സെറ്റപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറയുന്നത്. വിശദമായിട്ട് നമുക്ക് പറയാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ? നോക്കുക, the process of raising the strength of a weak signal without any change in its general shape. ഒരു വീക്ക് സിഗ്നലിനെ അതിന്റെ ഷേപ്പിലൊന്നും കാര്യമായി മാറ്റം വരുത്താതെ, ഒരു തരത്തിലും മാറ്റം വരുത്താൻ പാടില്ല. ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. പ്രോസസ് ഓഫ് raising the strength of a weak signal without any change in its general shape. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്പ്, ജനറൽ ഷേപ്പിൽ മാറ്റം വരാൻ പാടില്ല കേട്ടോ. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഈസ് നോൺ ആസ് എന്താ വിളിക്കുക നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. എന്താണ് അതിന് വേണ്ട റിക്വയർമെന്റ്? ഈ ഫാക്ടർ ഫോർ അച്ചീവിങ് ഫെയ്ത്ത്ഫുൾ മൂന്നെണ്ണം ഉള്ളത്. ഒന്ന്, പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്. കളക്ടർ കറണ്ട് അതായത് IC, അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ സിഗ്നൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ IC എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം. മനസ്സിലായില്ലേ? കാരണം നമുക്കറിയാമല്ലോ, ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ ICയും VCയും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ ലോഡ് ലൈൻ വരയ്ക്കുന്നത്. അപ്പൊ അതിൽ ഏകദേശം നടുക്ക് എവിടെയാണ് ക്യൂ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ആ വാല്യൂ ഈ IC ബന്ധപ്പെട്ടിരിക്കും. പിന്നെ പറയുന്നത് എന്താണ്? മിനിമം പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ് അറ്റ് എനി ഇൻസ്റ്റന്റ്. എന്താ ഇതിന്റെ പ്രത്യേകത? ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയസ്. അപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന ആംപ്ലിഫയർ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ അത് സിലിക്കൺ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ VBE മസ്റ്റ് ബി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എത്രയായിരിക്കണം? 0.7 വോൾട്ട് ആയിരിക്കണം. മനസ്സിലായില്ലേ? ജെർമീനിയം ആണെങ്കിൽ എത്രയായിരിക്കണം? 0.3 വോൾട്ട് ആയിരിക്കണം. അത് മിനിമം എന്താണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്? മിനിമം പ്രോപ്പർ കളക്ടർ വോൾട്ടേജ്, കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE. നമുക്കറിയാം ലോഡ് ലൈനിൽ രണ്ട് ഫാക്ടറുകളാണ്, ICയും അതുപോലെ തന്നെ VCEയും. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. അത് ആ ലോഡ് ലൈനിൽ വരുന്ന വാല്യൂ തന്നെ ആയിരിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? കളക്ടർ കറണ്ട്, പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC കണ്ടീഷനിലുള്ളത് എന്ന് പറഞ്ഞ സിഗ്നലൊന്നും അപ്ലൈ ചെയ്യാത്ത സമയത്തുള്ള കളക്ടർ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അവിടുത്തെ വോൾട്ടേജ് എന്താണ്, ആ ബയസിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വോൾട്ടേജ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? മിനിമം പ്രോപ്പർ കളക്ടർ കറണ്ട്, കളക്ടർ എമിറ്റർ വോൾട്ടേജ് അത് മിനിമം ആയിരിക്കണം. അപ്പൊ ഇത് രണ്ടും എന്തിനു വേണ്ടിയാണ്? ലോഡ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ഇത് ട്രാൻസിസ്റ്റർ ബയസ് ചെയ്യാൻ വേണ്ടിയുമാണ്. ഓക്കെ, ഈ കണ്ടീഷൻ ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. The conditions 1 and 2 ensures that the base emitter junction shall remain properly forward biased during all parts of the signal. ഒന്നും രണ്ടും എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്തായിരിക്കണം? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം എന്നുള്ളത് എൻഷുർ ചെയ്യും. On the other hand, condition 3 ensures that base collector junction shall remain properly reverse biased. ഇതെന്തായിരിക്കണം? ഈ മൂന്നാമത്തെ കണ്ടീഷൻ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? ആ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം എന്താ പറയുന്നത്, ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ. So in other words, the fulfillment of these conditions will ensure that the transistor work over the active region of the output characteristic, that is between the saturation and the cutoff. ഇതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഈ മൂന്ന് കണ്ടീഷൻസ് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ലോഡ് ലൈൻ ഗ്രാഫ് ഏത് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ, ഇങ്ങനെ ഇരിക്കും. ഇതിനുള്ളിൽ എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും, ഈ മൂന്ന് കണ്ടീഷൻസ് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഈ മൂന്ന് കണ്ടീഷൻസ് ഒബേ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയേഴ്സ് ആംപ്ലിഫിക്കേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം?
ഫേസ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. മനസ്സിലായല്ലോ? അടുത്തേക്ക് കിടക്കാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് അച്ചീവ് ചെയ്യാൻ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ദ പ്രോപ്പർ ഫ്ലോ ഓഫ് zero signal collector current and the maintenance of proper collector emitter voltage during the passage of signal is known as transistor biasing. അതായത് ഏതൊക്കെയാണ്, ICEയും അതുപോലെ തന്നെ പിന്നെ ഏതാണ് VCEയും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിന്റെ ആ പ്രോപ്പർ ഫീഡ്ബാക്കിംഗ് നമുക്ക് അവിടെ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ആ ഒരു സർക്യൂട്ട്, ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസിസ്റ്റർ ബയസിംഗ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ദ പ്രോപ്പർ ഫ്ലോ ഓഫ് സീറോ സിഗ്നൽ കളക്ടർ കറന്റ് ആൻഡ് ദ മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഡ്യൂറിംഗ് the passage of signal is known as transistor biasing. Okay, എന്താണ് അതിന്റെ അത്യാവശ്യം, എന്തിനാണ് ഈ ബയസിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, the basic purpose of the transistor biasing is to keep എന്താണ് base emitter junction properly forward biased and collector base junction properly reverse biased during the application of the signal. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പഠിച്ച ഫേസ്ഫുൾ ആംപ്ലിഫിക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക് പർപ്പസ് എന്താണ്, ബേസ് എമിറ്റർ ജംഗ്ഷൻ പ്രോപ്പർലി ബയസ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷൻ ചെയ്തിരിക്കണം, പ്രോപ്പർലി റിവേഴ്സ് ബയസ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, this can be achieved with bias battery or associating circuit with the transistor. ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇത് ഈ കണ്ടീഷൻ, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻ എങ്ങനെ നമുക്ക് ഒബേ ചെയ്യാൻ പറ്റും, ഒന്നിനെ ബയസിംഗ് ബാറ്ററി അറേഞ്ച്മെന്റ്, അതായത് ബയസ് ചെയ്യാനുള്ള DC ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്യൂട്ടുകൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, the later method is more efficient and frequently employed. ഏതാണ്, ഒരു സർക്യൂട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി. കാരണം ബാറ്ററി ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല, ഒരു ചെറിയ വിരലിന്റെ 1/3 സൈസുള്ള ട്രാൻസിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയ സൈസുള്ള ബാറ്ററികൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ബയസിംഗ് കൊടുക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കുക. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ട്, അത് നമ്മൾ വരുന്ന സെഗ്മെന്റിൽ വളരെ വിശദമായിട്ട് തന്നെ പറയും. The circuits which provides transistor biasing is known as biasing circuit. അങ്ങനെ സർക്യൂട്ട്, ആ സർക്യൂട്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയാ, ബയസിംഗ് സർക്യൂട്ട്. ഓക്കെ, it may be noted that the transistor biasing is very efficient for the proper operation of the transistor in any circuit. എന്താണ് ഈ ബയസിംഗ് സർക്യൂട്ട്, അതായത് വെറുതെ ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അതിനെന്ത് വേണം, ഈ പറയുന്ന നല്ല ബയസിംഗ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് അതിന്റെ ആവശ്യം. ട്രാൻസിസ്റ്റർ ബയസിംഗ് സർക്യൂട്ട്സിന്റെ ആവശ്യം എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, next slide. Stabilizers. The collector current in transistor changes rapidly when എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, കളക്ടർ കറന്റ് എന്ന് പറഞ്ഞാൽ ഐസിക്ക് വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. കാരണം അത് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്ന സാധനമാണ്, ക്യൂ പോയിന്റ്, ലോഡ് ലൈനിലുള്ള ക്യൂ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് എന്താ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നത്, ഒന്ന് അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ട്രാൻസിസ്റ്ററിന്റെ പ്രോപ്പർട്ടീസിലും ചേഞ്ച് വരാം. മനസ്സിലായില്ലേ? സിസ്റ്റംസിന് വേരിയേഷൻ ഉണ്ടാവും, അത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെന്താണ്, ദ ട്രാൻസിസ്റ്റർ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ഓഫ് സെയിം ടൈപ്പ്. ഒരേപോലത്തെ തന്നെ രണ്ട് ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് ബിഹേവിയർ ആയിരിക്കും. ദിസ് ഇസ് ഡ്യൂ ടു ദ ഇൻഹെറന്റ് വേരിയേഷൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. ഇൻഹെറന്റ് വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിന്റെ കറന്റ് ഗെയിൻ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റേഞ്ച് ആണ്.
ഫോർ എക്സാമ്പിൾ 100 to 500, 100 to 600 അങ്ങനെയുള്ള ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് നമ്മൾ ഇതിന്റെ ബീറ്റ എന്നൊക്കെ പറഞ്ഞ് തരുന്ന വാല്യൂസ്. മനസ്സിലായി? അത് ട്രാൻസിസ്റ്റർ ടു ട്രാൻസിസ്റ്റർ വേരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസിസ്റ്ററിന് 100 ഇപ്പോൾ ഞാനൊരു ട്രാൻസിസ്റ്റർ നമ്പർ പറയുകയാണ് BC547. ഒരു വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ് BC547. ഇതൊരു വളരെ വൈഡ് ആയിട്ട് യൂസ്. ഈ ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ എന്ന് പറയുന്ന വാല്യൂ ക്യാൻ വേരി ഫ്രം 100 to 500 ആണ് എന്ന് വിചാരിക്കുക. 100 മുതൽ എത്രയാണ് 500 വരെ. അപ്പോ നിങ്ങളിപ്പോ ഒരു 2 BC547 കടയിൽ നിന്ന് വാങ്ങിയെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിന് ചിലപ്പോൾ 100 ഉണ്ടാവും. അതേ ഫാമിലിയിൽ വരുന്ന മറ്റേ നിങ്ങൾ വാങ്ങിച്ച രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് എന്ന് പറയുന്നത് 100 ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 120 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 200 ഈ പറഞ്ഞ വാല്യൂസ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ അത് ഇത്ര ആംപ്ലിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് മാറും. അപ്പൊ അത് മാറുമ്പോൾ ആ മാറ്റം മൊത്തം സർക്യൂട്ടിന് എന്ത് ചെയ്യാൻ പാടില്ല, അഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ട്രാൻസിസ്റ്റർ അതിന്റെ ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റർ ആയിട്ടുള്ള വേറെ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യുമ്പോഴോ സർക്യൂട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൾട്രേഷൻ വരാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കംപ്ലൈന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കടയിൽ കൊണ്ട് കൊടുക്കും. ഇപ്പൊ ഒരു ആംപ്ലിഫയർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കടയിൽ കൊണ്ട് കൊടുക്കും. അയാൾ എന്താ ചെയ്യുക, അതിനകത്ത് 1-2 കമ്പോണൻസേ മാറ്റുന്നുള്ളൂ. മൊത്തം ബോർഡ് മാറ്റുന്നത് വളരെ കുറവാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർ പറയും ബോർഡ് മാറ്റുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട്. എങ്കിലും നോർമൽ കേസിൽ ബോർഡ് മാറ്റുന്നതിനേക്കാളും ചെയ്യുന്നത് എന്താണ്, 1-2 അതിനകത്തുള്ള കമ്പോണൻസ് മാറ്റും. അങ്ങനെ കമ്പോണൻസ് മാറ്റുമ്പോൾ ആ സർക്യൂട്ട് എന്ത് വരാൻ പാടില്ല, ഓൾട്രേഷൻ വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അവിടെ സഹായിക്കുന്ന ആ സർക്യൂട്ട്സ് ആണ് അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ എന്ന് പറയുക. The process of making operating point is independent of the temperature changes or variation of the transistor parameter is known as stabilization. So what is stabilization? ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴും അവിടെ ഈ സർക്യൂട്ടിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്റ്റെബിലൈസേഷൻ എന്ന് പറയാം. The process of making operating point independent of the temperature changes, independent of temperature changes or variation in transistor parameter is known as stabilization. Okay. Need for stabilization. എന്തൊക്കെയാണ് stabilization of the operating point is necessary due to the following reasons. നമ്മൾ പറഞ്ഞു തന്നെയാണ്, നമ്മൾ വിശദമായിട്ട് പറയുന്നു. എന്താണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC, അതാണ് ഇവിടെ പറഞ്ഞത്. കളക്ടർ കറന്റിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട് ഇതുമായിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ് ഇൻഡിവിജ്വൽ വേരിയേഷൻസ്, പിന്നെന്താണ് തെർമൽ റൺ അവേ. ഈ 3 കാര്യങ്ങളാണ് സ്റ്റെബിലൈസേഷൻ ചെയ്യേണ്ട കാര്യം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ബിഹേവിയർ, ആംപ്ലിഫയറിന്റെ ബിഹേവിയറിൽ വ്യത്യാസം വരാം. അത് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അത് നമ്മൾ വരുന്ന സെഗ്മെന്റിൽ പഠിക്കും. ഇനി എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് അഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഇൻഡിവിജ്വൽ വേരിയേഷൻസ്, എന്താണ് തെർമൽ റൺ അവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC. നമുക്കറിയാം ICയുടെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ IC is equal to, ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. IC is equal to ബീറ്റ IB plus ICU. ഈ IC എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്താണ്, ലീക്കേജ് കറന്റ് ആണ്, ഫ്ലോ ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച്. അപ്പൊ എന്ത് പറയാം, ബീറ്റ IB plus ബീറ്റ plus 1 into IC. അപ്പോ ഇവനാണ് പ്രശ്നക്കാരൻ, ലീക്കേജ് കറന്റ്. ഈ കറന്റാണ് പ്രശ്നക്കാരൻ. അപ്പൊ അതവിടെ പറയും. നോക്കൂ, the collector current is generally influenced by the temperature. A rise of 10 degree doubles the collector leakage current, which may be as high as 0.2 milliampere for a low power germanium fan. കണ്ടോ? അപ്പോൾ ഒരു 10 ഡിഗ്രി റൈസ് ചെയ്യുന്ന സമയത്ത് കളക്ടർ കറന്റ് എത്രയാവാം, കളക്ടർ കറന്റ് എന്താവാം, ലീക്കേജ് കറന്റ് എത്രയാവാം, ഡബിൾ ചെയ്യാം എന്നാണ് പറയുന്നത്. As biasing condition is in such transistor are generally so set that the zero signal IC is 1 milliampere. Therefore, the change in IC due to temperature variation cannot be tolerated. This necessity stabilizes the operating point to hold the constant in spite of the
ടെമ്പറേച്ചർ വേരിയേഷൻ. എന്താ പറയുന്നത് നോക്കൂ. അപ്പൊ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സർക്യൂട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സീറോ സിഗ്നലിന് ഐ സി എത്രയാണ്? 1 mA എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ഫോർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ സീറോ സിഗ്നൽ കളക്ടർ കറന്റ് ഷുഡ് ബി കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഐ സി 1 mA സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ റൈസ് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്ന ലീക്കേജ് കറണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലീക്കേജ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഐ സിക്ക് വേരിയേഷൻസ് ഉണ്ടാവും. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ക്യൂ പോയിന്റ് മാറും. ഐ സി മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ക്യൂ പോയിന്റ് മാറും. അപ്പൊ ഐ സി മാറാതെ അത് അവിടെ തന്നെ എന്ത് ചെയ്യുന്നതായിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടായിട്ട് വരും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എന്താ പറയുന്ന റോൾ ഓഫ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ പറയാം ഇൻഡിവിജ്വൽ വേരിയേഷൻസ്. എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ? ഞാൻ പറഞ്ഞത് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ വാല്യൂ ഓഫ് ബീറ്റ ആൻഡ് VBE ആർ നോട്ട് എക്സാക്ട്ലി സെയിം ഫോർ എനി ടു ട്രാൻസിസ്റ്റർ ഈവൻ ഓഫ് ദ സെയിം ടൈപ്പ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ബീറ്റയും അതുപോലെ തന്നെ VBE. ഇനി നമ്മൾ ഫേസ്ഫുൾ ആംപ്ലിഫിക്കേഷനിൽ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ് VBE മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. അപ്പോ ഫർദർ VBE itself decreases when the temperature increases. കണ്ടോ? കാരണം എന്താണ്? അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ടാണ്. When a transistor is replaced by another of same type, these variation changes the operating point. VBE മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ ഫ്ലോ ചെയ്യുന്ന IB മാറും. IB മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ ഉണ്ടാവുന്ന ICB ചേഞ്ച് വരാം. When a transistor is replaced by another of the same type, these variation change in the operating point. കണ്ടോ? അത് എന്തിനെ ബാധിക്കും? ഓപ്പറേറ്റിംഗ് പോയിന്റ് ബാധിക്കും. This necessitates to stabilize the operating point, that is, hold IC constant irrespective of the individual variation transistor parameter. ഇത് ഒരു രണ്ടാമത്തെ ഫാക്ടർ ആണ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ എന്താണ്? തെർമൽ റൺ അവേ. ശ്രദ്ധിക്കണം, എന്താണ് തെർമൽ റൺ അവേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നേരത്തെ നമ്മൾ മോളിൽ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒന്ന് അനാലിസിസ് ചെയ്യുമ്പോൾ IC is equal to എന്താ എഴുതിയിരിക്കുന്നത്? ബീറ്റ ഇൻറ്റു ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 IBO. നമുക്ക് അറിയാവുന്ന കറണ്ട് ആണ്. The collector leakage current ICBO is strongly dependent on temperature. The flow of collector current produces heat within the transistor. This raises the transistor temperature, and if no stabilization is done, the collector leakage current ICBO also increases. കണ്ടോ? എവിടെയാണ് ഇൻപുട്ടിൽ വേരിയേഷൻ വരുമ്പോൾ ആ വേരിയേഷൻ കൊണ്ട് ഔട്ട്പുട്ടിലും എന്താ പറയുന്നത് ലീക്കേജ് കറണ്ട് കൂടാം. അങ്ങനെ ലീക്കേജ് കറണ്ട് കൂടുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ പാർട്ടിലും എന്ത് ചെയ്യാൻ സാധിക്കും? ഹീറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ എക്സ്പെരിമെന്റ് 1 ദാറ്റ് ഇഫ് CBO increases, the collector current IC increases by beta plus 1 IBO. കണ്ടതാണ്, ഇക്വേഷനിൽ കണ്ടതാണ്. Thus, the increased IC will raise the temperature of the transistor. അത് എന്ത് ചെയ്യുന്നുണ്ടാവണം? കറണ്ട് കൂട്ടും. ഓക്കെ, ഈ IC മാറാന്ന് പറഞ്ഞാൽ എന്ത് മാറി? ക്യൂ പോയിന്റ് മാറി. ദിസ് എഫക്ട് ഈസ് ക്യുമുലേറ്റീവ്. അതിങ്ങനെ അഡീഷൻ ആണ്, ഇങ്ങനെ കൂടി 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 വരും. ഏത്? അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ICയുടെ വാല്യൂ എന്ത് ചെയ്യാം? കൂടാൻ. അങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഈ ക്യൂ പോയിന്റ് വിട്ടിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ this effect is cumulative, and in a manner of seconds the collector current may become very large, causing the transistor to burn out. This is what is called thermal runaway. The self-destruction of unbiased transistor is known as thermal runaway. സ്വയം അത് ഇല്ലാതാവുന്ന അവസ്ഥ. In order to avoid thermal runaway and consequent destruction of the transistor, it is very essential that the operating point is stabilized. എന്ന് പറഞ്ഞാൽ എന്ത് കോൺസ്റ്റന്റ് ആക്കി നിർത്തണം? IC കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. In practice, this is done by causing IC to decrease automatically with the temperature increases by circuit modification. അപ്പോൾ IC കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന IB കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് എങ്ങനെയാണ്? ബൈ സർക്യൂട്ട് മോഡിഫിക്കേഷൻ. ഓക്കെ, സർക്യൂട്ട് മോഡിഫൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? IB കുറച്ചുകൊണ്ട് ICയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. Then decreases in beta IB will compensate the value of increasing beta plus 1 ICBO, keeping IC nearly constant. In fact, this is what always we aimed at while building and designing a biasing circuit. ഇത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു ബയസിംഗ് സർക്യൂട്ട് അവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, essentials of
ട്രാൻസിസ്റ്റർ ബയാസിംഗ് സർക്യൂട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വേണ്ടതെന്നതാണ്. It should be ensure proper zero signal collector current. എന്ത് ensure ചെയ്യണം? IC proper ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കണം. Faithful amplification അതേ കണ്ടീഷൻ തന്നെ. We should ensure that VCE does not fall below 0.5 volt for germanium and 1 volt for silicon at any instant. Ensure ചെയ്യേണ്ടത് എന്താണ്? VCE എതിരെ താഴെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ കട്ട് ഓഫിലോട്ട് പോകും. മനസ്സിലായില്ലേ? സോ ഡസ് നോട്ട് ഫോൾ ബിലോ 0.5 ജർമീനിയത്തിന് 0.5 താഴെ വരാൻ പാടില്ല, സിലിക്കണിന് 1 വോൾട്ടിന് താഴെ വരാൻ പാടില്ല. അതായത് ഔട്ട്പുട്ട് ആണ് ഇത്. തെറ്റിയിട്ടില്ല, VCE തന്നെയാണ് കേട്ടോ, VBE അല്ല. നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്, കാരണം ഇത്രയും ചെറിയ വോൾട്ടേജ് ആകുമ്പോൾ അത് VBE ആണെന്നുള്ള തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ഷുഡ് എൻഷുർ ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണ്? സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ എൻഷുർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ ബയാസിംഗ് സർക്യൂട്ട്സിനെ കുറിച്ച് വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്നിപ്പോൾ ഇത്രയും മതി.